ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സഞ്ജന. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചേമ്പും ഉണക്കമീനും കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചേമ്പും ഇതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി ഇതേ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ പാകത്തിന് തന്നെ നമുക്ക് വെള്ളം അതിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കുന്നിടം വരെ ഒഴിച്ച് അടുപ്പ് കത്തിച്ച് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കണം. നമ്മുടെ ഉണക്കമീനും ചേമ്പും ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചുമന്നുള്ളി, കുറച്ച് കാന്താരി, ഇനി ഒരു ടീസ്പൂണാണ് എടുക്കുന്നത് എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി. ഇത് രണ്ടും കൂടി എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ അരപ്പൊക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉണക്കമീനും ചേമ്പും വെന്തോന്ന് നോക്കാം. ഇതൊക്കെ വെന്ത് കണ്ടോ, ചാറൊക്കെ കുറച്ച് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഇടയ്ക്ക്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ മീനൊന്നും കിട്ടാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരൊറ്റ കറി തന്നെ ധാരാളം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കറി ഒന്ന് ട്രൈ ചെയ്യാനും മറക്കല്ലേ. താങ്ക്